ഒരുപക്ഷെ ഈ രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 26ാം പതിപ്പിലെ മത്സര വിഭാഗത്തിലെ ചിത്രങ്ങളിൽ 2 ചിത്രങ്ങളേ ഉള്ളൂ മലയാള ചിത്രം. അതൊന്നാണ് നിഷിതോ. അതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇന്നിപ്പോൾ ആദ്യ പ്രദർശനം കഴിഞ്ഞു, എന്താ ഫീൽ എത്താൻ? എനിക്കൊന്നു ഞാനും ഇപ്പോഴാണ് സിനിമ കാണുന്നത്, ഫൈനൽ കഴിഞ്ഞിട്ട്. എനിക്ക് എൻ്റേതായിട്ടുള്ള എൻ്റെ അഭിനയത്തിനെ പറ്റിയുള്ള ക്രിറ്റിസിസം എനിക്ക് തന്നെ ഉണ്ട് കുറച്ച്. പക്ഷെ അത് അല്ലാതെ എനിക്കൊന്ന് ഡയറക്ടർ ആ സ്ക്രിപ്റ്റ് എഴുതിയപ്പോൾ ഒരു ഡീറ്റെയിൽ ഒരു നോവൽ പോലെയാണ് എഴുതിയിരിക്കണത്. അതിൻ്റെ കുറേയൊക്കെ വന്നിട്ടുണ്ട് സിനിമയിൽ തോന്നുന്നു. പക്ഷെ എന്നാലും ആ സ്ക്രിപ്റ്റ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു വായിക്കാൻ. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഐ തിങ്ക് ഷീ ഈസ് വെരി ഗുഡ് ഇൻ ദാറ്റ് വേ, ലൈക്ക് അതെനിക്ക് തോന്നി. പിന്നെ എനിക്കൊരു പ്രത്യേകത ഇന്ന് കാണുന്നത് വെച്ചാൽ ഞാൻ ഇതുവരെ അഭിനയിച്ച സിനിമ ഒന്നും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സിനിമ ഒരിക്കലും പോകാൻ തോന്നിയിട്ടും ഇല്ല. പിന്നെ എനിക്ക് ചമ്മലാണ് തോന്നുന്നു. ഇതെനിക്ക് തോന്നുന്നു താരടുത്തൊരു അടുപ്പമുണ്ടായി നമ്മൾ സിനിമ, അപ്പോൾ എനിക്ക് കാണാൻ തോന്നി. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് നെർവസ്നെസ്, എക്സൈറ്റ്മെൻറ്റ് ആദ്യമായിട്ട് അങ്ങനെ കാണുന്നതിൻ്റെ ഒരു ഇതെന്ന് തോന്നുന്നു. ചലഞ്ചിങ് ആണ് കുറേ കാര്യത്തിൽ. വെച്ചാൽ ഇപ്പോൾ അവർ തമിഴ് സ്ത്രീയാണ്, മലയാളം കേരളത്തിൽ വളർന്നു. അപ്പം ഞാൻ താരയോട് അത് ചോദിച്ചിരുന്നു, ആ ഒരു സംസാരത്തിന് അത് വേണം. അപ്പോൾ താരയ്ക്കത് വേണ്ടാന്ന് പറഞ്ഞിരുന്നു. താര എന്നെ കുറച്ച് തമിഴ് കോളനികളിൽ, കേരളത്തിലുള്ള തമിഴ് കോളനി കൊണ്ടുപോയിട്ട് അവർ ശരിക്കും സാധാരണ മലയാളമാണ് പറയണത്. ഒരിക്കലും തമിഴ് ചൊവ്വയൊന്നും ഇല്ല അവരുടെ സംസാരത്തിൽ. അങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് അങ്ങനെ കുറേ ആ ഒരു അതെന്നിട്ടും കുറേ മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ചലഞ്ചിങ് ആയിരുന്നു എനിക്കും തോന്നി. അതല്ലാതെ എനിക്ക് എൻ്റെ സ്വഭാവമായിട്ട് കുറച്ച് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറാണ് ചാവി. ആ രീതിയിൽ ലെസ് ചലഞ്ചിങ്, പക്ഷേ ഒരു ഡയലക്റ്റ് ആ ഒരു രീതിയിൽ ചലഞ്ചിങ് ആണ്. പക്ഷേ ദെൻ താരയ്ക്കത് വേണ്ടായിരുന്നു. എന്നാലും ഐ തിങ്ക് ഐ കുഡ് ഹാവ് ഡൺ ബെറ്റർ. തന്മയ് ഭയങ്കര രസമുള്ള ഒരാളാണ്. എനിക്കൊന്ന് കൂടെ വർക്ക് ചെയ്തതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരാളായിരുന്നു തന്മയ്. എന്നുവെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ചാണ് താമസിച്ചിരുന്നതൊക്കെ. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും തന്മയ് ഇങ്ങനെ എല്ലാവർക്കും കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിച്ച് പൊതിഞ്ഞ് ഓരോരുത്തർക്ക് കൊണ്ടുവന്ന് തരിക. ഭയങ്കര കെയറിങ്. ആൻഡ് നമ്മുടെ കൂടെ ക്രൂ മുഴുവൻ മലയാളികളാണല്ലോ. ആളപ്പോൾ ശരിക്കും ഒറ്റപ്പെട്ട പോലെ, എന്നാലും ആൾ ഭയങ്കര ജെല്ലായിട്ട് എല്ലാവരോടും സഹകരിച്ചു. ആൻഡ് ഐ തിങ്ക് ഓൾസോ ഞാൻ ഇപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ആൾ ഭയങ്കര രസമുള്ള ഒരു ക്യാരക്ടറൈസേഷൻ തന്മയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, വിച്ച് ഇസ് വെരി നൈസ്. ഐ തിങ്ക് അങ്ങനെയൊന്നുമില്ലേ, ബിരിയാണിയിൽ ഞാൻ ഞെട്ടിച്ചെന്നും എനിക്ക് അഭിപ്രായമൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. അങ്ങനത്തെ നമ്മൾ റിസൾട്ട് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലാണ്ട് എനിക്കൊരിക്കലും തോന്നുന്നില്ല നമ്മൾ ഒരു അവാർഡ് വെച്ചിട്ടാണ് നിങ്ങൾ പറയുന്നതെന്നുണ്ടെങ്കിൽ വെച്ച് പറയാണ്. അതൊരു സപ്പോർട്ടാണ്, അല്ലെങ്കിൽ അതൊരു ഇൻസ്പയറിങ്, കുറച്ച് പേർക്ക് ഒരു എൻകറേജ് ചെയ്യാനുള്ളൊരു കാര്യമാണ്. ദാറ്റ് ഈസ് നോട്ട് ദ റിസൾട്ട്. റിസൾട്ട് ഈസ് ലൈക്ക് നമ്മൾ എങ്ങനെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുമോ, അത്രേ ഉള്ളൂ. ഐ ഫീൽ വെരി ഹാപ്പി. ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല, ഞാൻ പത്രത്തിൽ വായിച്ചിട്ടാണ് കണ്ടത്. ഐ ഫീൽ വെരി ഹാപ്പി ടു സീ ഹർ.